നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതം എന്നുള്ള നമ്മുടെ ചർച്ചാ ക്ലാസ് ആരംഭിക്കുകയാണ്. ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് വ്യാസഭഗവാൻ നൽകിയ കഥാരൂപ വികസനമാണ് മഹാഭാരതം. എന്നതാണ് ഗീതാഭാരതം എന്നുള്ള ഈ ചർച്ചയുടെ മുഖ്യമായ പഠന വിഷയം. കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തോളമായി നാം ഈ ക്ലാസ് നടത്തിവരുന്നു. ഭഗവത്ഗീതയും മഹാഭാരതവും തമ്മിലുള്ളതായ ബന്ധം പല തലങ്ങളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഭഗവത്ഗീതയുടെ 16-ാമത് അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം, അതാണ് കുറേയേറെ മാസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവീ സമ്പത്തും അസുരീ സമ്പത്തും ഈ പ്രപഞ്ച സൃഷ്ടിക്രമത്തിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഘടകങ്ങളാണ്. സൃഷ്ടിയെല്ലാം ഈ പ്രകാരത്തിലാണ്. ദൈവമെന്നും ആസുരമെന്നും രണ്ട് പ്രകാരത്തിലാണ്. ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകൾ, ആസുരീ സമ്പത്തിൻ്റെ സവിശേഷതകൾ എല്ലാം ഗീതയിൽ 16-ാം അധ്യായത്തിൽ വിശദമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അവയെല്ലാം തന്നെ വിവിധ കഥാപാത്രങ്ങളായിട്ടും കഥാസന്ദർഭങ്ങളായിട്ടും മഹാഭാരതത്തിനുള്ളിൽ നമുക്ക് കാണാം. അങ്ങനെ നാം ദൈവീ സമ്പത്തിനെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദൈവീ സമ്പത്ത് അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗവ്യവസ്ഥിതി, ദാനം, ദമശ്ച യജ്ഞശ്ച, സ്വാധ്യായ തപ ആർജവം, അഹിംസ, സത്യമക്രോധ, ത്യാഗശാന്തിരവൈശ്വനം, ദയാഭൂതേഷു അലോലുപ്തം, മാർദ്ദവം, ഹ്രീരചാപലം. ഇങ്ങനെ ദൈവീ സമ്പത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ ഒന്നൊന്നായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അവയിൽ അപൈശ്വരം എന്നുള്ളതുവരെ എത്തി നമ്മുടെ ചർച്ച. യക്ഷപ്രശ്നം എന്നുള്ള കഥാഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ട് മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ അവസാന ഭാഗത്തായിട്ട് വരുന്നതാണ് യക്ഷപ്രശ്നം. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് യുധിഷ്ഠിരൻ്റെ ഹൃദയത്തിൽ നിറയുന്ന അപൈശ്വരം, വിരോധമില്ലായ്മ, പകയില്ലായ്മ, അതേപോലെ തന്നെ എല്ലാവരോടും കാരുണ്യം, സമഭാവം, ദയ, അതാണ് അപൈശ്വരം. ആ സ്വഭാവവിശേഷത്തെ നമ്മൾ അടുത്ത് പഠിക്കുകയായിരുന്നു. നമ്മുടെ യുധിഷ്ഠിരനും സഹോദരന്മാരും കാനനത്തിൽ വസിക്കുന്ന അവസരത്തിലാണ് ഒരു ബ്രാഹ്മണൻ്റെ നഷ്ടപ്പെട്ടു പോയതായ യജ്ഞസാമഗ്രികൾ, അരണിക്കമ്പുകളും എല്ലാം കൊണ്ടുപോയ മാനിൽ നിന്ന് തിരിച്ചെടുത്ത് ബ്രാഹ്മണനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കാനനത്തിലൂടി ആ മാനിനെ അന്വേഷിച്ച് അവർ നടക്കുന്നതും അങ്ങനെ യക്ഷൻ്റെ മുന്നിൽ ചെന്നുപെടുന്നതും ഒക്കെ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി കണ്ടു. ആ യക്ഷൻ്റെ ആജ്ഞ ധിക്കരിച്ചുകൊണ്ട്
ജലപാനത്തിന് ഇറങ്ങിയ സഹദേവനും നകുലനും അർജുനനും ഭീമനും എല്ലാം മോഹാലസ്യപ്പെട്ട് വീഴുന്നതും നാം കണ്ടു. മരിച്ചതിന് തുല്യമായി നിശ്ചേഷ്ടരായി അവർ വീണ് കിടക്കുന്നത് കണ്ട് അവരെ അന്വേഷിച്ചു വന്ന യുധിഷ്ഠിരൻ ദുഃഖിതനായി. യുധിഷ്ഠിരനോട് യക്ഷൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി സ്വീകാര്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ യുധിഷ്ഠിരനെ വെള്ളം കുടിക്കാൻ അനുവാദം കൊടുക്കാം എന്നായി യക്ഷൻ. യുധിഷ്ഠിരൻ ചോദ്യങ്ങൾക്ക് കൃത്യമായുള്ള മറുപടി പറയുന്നത് നാം കഴിഞ്ഞ ദിവസം കണ്ടു. ആ മറുപടികളുടെ കൃത്യത യക്ഷന് സന്തോഷമേകി. ആ യക്ഷൻ ആ അവസരത്തിൽ യുധിഷ്ഠിരനോട് പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, അങ്ങയുടെ ഈ ഉത്തരങ്ങളിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ്. ഞാൻ അങ്ങയുടെ സഹോദരന്മാരിൽ ഒരാൾക്ക് ജീവൻ വീണ്ടും നൽകാം. ആരെ വേണം എന്ന് പറയുക. 4 പേരും തടാകതീരത്ത് അങ്ങനെ മരിച്ചതുപോലെ കിടപ്പുണ്ട്. ശ്വാസചലനം പോലുമില്ല. അപ്പോൾ അത് മരിച്ചതിന് തുല്യമാണ്. യുധിഷ്ഠിരൻ ഉടനെ മറുപടി പറഞ്ഞു, എന്നാൽ നകുലനെ ജീവിപ്പിക്കുക എന്ന്. അപ്പോൾ യക്ഷൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഭീമസേനനെയും അർജുനനെയും ഒക്കെ വിട്ടിട്ട് എന്തുകൊണ്ട് നകുലനെ ജീവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. യുധിഷ്ഠിരൻ്റെ മറുപടി യുധിഷ്ഠിരൻ്റെ ഉള്ളിലുള്ളതായ അപൈശ്വനം എന്ന ആ ദൈവീ സമ്പത്തിനെ വളരെയേറെ സ്പഷ്ടമായി പ്രകടമാക്കുന്നു. തൻ്റെ അമ്മയായ കുന്തിക്ക് ഇപ്പോൾ താൻ ഒരാളുണ്ട്. മാദ്രിക്കും ഒരു മകൻ ജീവനോടുകൂടി ഉണ്ടാകണം. അതുകൊണ്ടാണ് താൻ ഭീമനെയോ അർജുനനെയോ ആവശ്യപ്പെടാതെ നകുലനെ തന്നെ ആവശ്യപ്പെട്ടത്. എനിക്ക് കുന്തിയും മാദ്രിയും ഒരുപോലെ തന്നെയാണ്, എൻ്റെ അമ്മമാരാണ്. യുധിഷ്ഠിരൻ്റെ ആ മറുപടിയിൽ സന്തുഷ്ടനായ യക്ഷൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, എന്നാൽ ഞാൻ അങ്ങയുടെ എല്ലാ അനുജന്മാരെയും ഇതാ പുനർജീവിപ്പിക്കുന്നു. അത് കഴിഞ്ഞാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്, അങ്ങ് ആരാണ്? അങ്ങ് യക്ഷനല്ല. കാരണം യക്ഷന് എൻ്റെ അനുജന്മാരെ തോൽപ്പിക്കാനാവില്ല. അവരെ ഈ പ്രകാരത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ സമ്മതിക്കാനാവില്ല. അപ്പോൾ അങ്ങ് യക്ഷനല്ല എന്ന് നിശ്ചയം. അങ്ങ് ആരാണ് എന്ന് എന്നോട് പറയണം എന്ന് യുധിഷ്ഠിരൻ ആവശ്യപ്പെടുമ്പോൾ ആ യക്ഷൻ താൻ ആരാണ് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് യുധിഷ്ഠിരനോട് പറയാണ്. ധർമ്മോഹം ഇതി ഭദ്രം തേ ജിജ്ഞാസു സ്വാമിഹാഗത. അല്ലയോ യുധിഷ്ഠിര, നിനക്ക് മംഗളമുണ്ടാകട്ടെ. യുധിഷ്ഠിരൻ്റെ അടുത്ത് 4 അനുജന്മാരും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വന്നതുപോലെ ഉത്സാഹത്തോടുകൂടി നിൽപ്പുണ്ട്. ആ യുധിഷ്ഠിരനോട് യക്ഷൻ പറയാണ്, അല്ലയോ യുധിഷ്ഠിര, അങ്ങയ്ക്ക് മംഗളമുണ്ടാകട്ടെ. ഭദ്രം തേ, അങ്ങയ്ക്ക് എല്ലാ ക്ഷേമ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഞാൻ ആരെന്നല്ലേ അറിയേണ്ടത്? ധർമ്മോഹം, ഞാൻ യമധർമ്മനാണ്. ഈ ലോകത്തിൽ ധർമ്മത്തെ നിലനിർത്തുകയും ധർമ്മത്തെ പ്രവർത്തിപ്പിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന യമധർമ്മനാണ് ഞാൻ എന്നറിഞ്ഞുകൊള്ളുക. എന്തുകൊണ്ട് ഞാനിങ്ങനെ വന്നു? ഞാനിങ്ങനെ യക്ഷരൂപത്തിൽ മുന്നിൽ നിന്നു. അതിനു മുമ്പ് അങ്ങയോട് പറഞ്ഞത് ഞാനൊരു മൃഗമാണ് എന്നാണ്. സഹോദരങ്ങളോടും ഞാൻ പോലും പറഞ്ഞില്ല. എൻ്റേതാണ് ഈ തടാകം, ഇതിലിറങ്ങി എൻ്റെ അനുവാദമില്ലാതെ വെള്ളം കുടിക്കരുത്, ഞാൻ അനുവദിക്കുകയാണെങ്കിൽ വെള്ളം കുടിച്ചു സഹോദരങ്ങളോട് പറഞ്ഞു. ഞാൻ യമധർമ്മനാണ്. ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഇവിടെ വന്നു, എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള അഭിവൃദ്ധിയെ, ശാരീരികമായിട്ടുള്ള സിദ്ധിവിശേഷങ്ങളെ അറിയാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നു ചേർന്നത്. അല്ലയോ യുധിഷ്ഠിര, അങ്ങയുടെ ഈ കാരുണ്യം, സഹോദരങ്ങളോടുള്ളതായ കാരുണ്യം
അതേപോലെ തന്നെ അമ്മമാരോട് ഉള്ളതായ അങ്ങയുടെ ഭക്തി, ഇതെല്ലാം കണ്ടിട്ട് ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനായി തീർന്നിരിക്കുന്നു. ആ നിലയ്ക്ക് ഞാൻ അങ്ങയ്ക്ക് വരം തരാൻ ആഗ്രഹിക്കുന്നു. വരം ദാസ്യാമിതേ അനഘ. അനഘ, പാപമില്ലാത്തവനെ, സർവഗുണങ്ങളുള്ളവനെ അങ്ങയ്ക്ക് ഞാൻ വരം തരാൻ ആഗ്രഹിക്കുന്നു. വരം വൃണീശ്വരാജേന്ദ്ര. അല്ലയോ മഹാരാജാവേ, രാജാക്കന്മാരുടെയും രാജാവേ, അങ്ങ് ഇഷ്ടപ്പെട്ടതായ വരം എന്നോട് ചോദിച്ചുകൊള്ളുക. ആ വരം ഞാൻ എന്തു തന്നെയായിരുന്നാലും തരുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഒരു നിശ്ചയമുണ്ട്. നേരത്തെ തന്നെ ഏഹിമേ പുരുഷാഭക്ത ന തേഷാം അസ്തി ദുർഗതി. ഈ ലോകത്ത് ആരൊക്കെയാണോ എൻ്റെ ഭക്തന്മാരായിട്ടുള്ളത്, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രകാരത്തിലും കഷ്ടകാലം ഉണ്ടാവില്ല, കഷ്ടപ്പാടുണ്ടാവില്ല എന്നുള്ളത് എൻ്റെ പണ്ട് മുതൽക്കേ തന്നെയുള്ളതായ നിശ്ചയമാണ്. അതിനാൽ ഭക്തന്മാരായ നിങ്ങളിൽ ഞാൻ കാരുണ്യം ചൊരിയുന്നു. നിങ്ങൾക്കൊരു പ്രകാരത്തിലും ദോഷമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആവശ്യമുള്ളതായ വരം ചോദിച്ചുകൊള്ളൂ, ഞാനിതാ തരുന്നതാണ്. ഇവിടെ യുധിഷ്ഠിരൻ ചോദിക്കുന്ന വരം, അതും അദ്ദേഹത്തിൻ്റെ ആ അപൈശുനത്തെ വ്യക്തമാക്കുന്നു. അദ്ദേഹം ചോദിച്ചത്, അരണീസഹിതം യസ്യ മൃഗോ ഹ്യദായ ഗച്ഛതി തസ്യാഗ്നയോ ന ലുപ്യേരൻ പ്രഥമോസ്തു വരോ മമ. അല്ലയോ ധർമ്മരാജാവേ, ഒരു ബ്രാഹ്മണൻ്റെ യജ്ഞകർമ്മങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന അരണിക്കമ്പുകളെ അത് മാനിൻ്റെ കൊമ്പിൽ ഉടക്കി മാൻ ഓടിപ്പോയപ്പോഴേക്കും നഷ്ടപ്പെട്ടു പോയതാണ്. അതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാട്ടിനുള്ളിലേക്ക് വന്നത്. ആ അരണികളെ മരക്കൊമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. മാന് കൊണ്ടുവന്ന് കൊമ്പ് ഉരസുന്ന അവസരത്തിൽ ഇത് ആ മാനിൻ്റെ കൊമ്പിലുടക്കി മാൻ ഓടിപ്പോയപ്പോഴേക്കും അത് ആ ബ്രാഹ്മണന് നഷ്ടപ്പെടുകയും ചെയ്തു. അത് വീണ്ടെടുത്തു കൊടുക്കാൻ ഞങ്ങൾ വന്നു. അല്ലയോ യമധർമ്മ, അല്ലയോ ദേവ, അങ്ങയോടുള്ള എൻ്റെ ആദ്യത്തെ വരപ്രാർത്ഥന ഇതാണ്. ആ ബ്രാഹ്മണൻ്റെ യജ്ഞകർമ്മത്തിന് മുടക്കമുണ്ടാവരുത്. അതിനു വേണ്ടിയിട്ട് ആ മാന് കൊണ്ടുപോയതായ ആ അരണിക്കമ്പുകളെ, യജ്ഞ ഉപകരണങ്ങളെ അഗ്നി കടയാനാണ്. അഗ്നി വേണമല്ലോ യജ്ഞത്തിന്. ആ അഗ്നി ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരണിക്കമ്പുകൾ. അത് യജ്ഞത്തിന് വിഘാതം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ അങ്ങ് തിരിച്ചു തരണം, അങ്ങ് നേടിത്തരണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന. ഇത് കേട്ടപ്പോഴേക്കും യമധർമ്മൻ സന്തോഷിച്ചിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, അരണീസഹിതം ഹ്യസ്യ ബ്രാഹ്മണസ്യ ഹൃദം മയാ. ആ അരണിക്കമ്പുകളെ, ബ്രാഹ്മണൻ്റെ യജ്ഞത്തിന് വേണ്ടിയിട്ടുള്ളതായ ആ സാമഗ്രികളെ അയാളുടെ വീട്ടുമുറ്റത്ത് നിന്നിട്ട് അപഹരിച്ചു കൊണ്ടുവന്നത് മാനിൻ്റെ രൂപത്തിൽ അവിടെ എത്തിച്ചേർന്ന ഞാൻ തന്നെയാണ്. മൃഗവേഷേണ, മാനിൻ്റെ രൂപം ധരിച്ചിട്ടാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിജ്ഞാസാർത്ഥം തവ പ്രഭോ, നിന്നെ ഭംഗിയായി അറിയാൻ, നിന്റെ മനോനില അറിയാൻ, നിന്നെ പരീക്ഷിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആ ബ്രാഹ്മണൻ ഓടി വന്ന് ആ അരണിക്കമ്പുകൾ മടക്കി രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് തരണം എന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ എങ്ങനെ പ്രതികരിക്കുന്നു? അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നറിഞ്ഞുകൊള്ളുക. ദദാനീത്യേവ ഭഗവൻ ഉത്തരം പ്രത്യപദ്യത. എന്നിട്ട് വൈശമ്പായനൻ ആ കഥ തുടർന്ന് പറയുകയാണ്. ആ യമധർമ്മൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ഞാൻ ആ ബ്രാഹ്മണൻ്റെ ഉപകരണങ്ങളെ മടക്കി തരുന്നുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് അങ്ങ് കൊണ്ടുപോയിട്ട് ആ ബ്രാഹ്മണന് നൽകിയാലും എന്ന് മാത്രമല്ല, ഇനിയും വരം തരാൻ ഞാൻ തയ്യാറാണ്. അന്യം വരയഭദ്രം ദേ. ഇനിയും വേറൊരു വരം അങ്ങ് ചോദിച്ചുകൊള്ളൂ, അങ്ങയ്ക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ. യുധിഷ്ഠിരനോട്
ആ യമധർമ്മൻ പറഞ്ഞു,